ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഹോം ടൂർ. അപ്പോൾ എല്ലാവരും ഹോം ടൂറൊക്കെ എടുക്കുമ്പോൾ നമുക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനിത് ചെയ്യുന്ന കേരളത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കുന്ന വീടാണിത്. അപ്പോൾ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്, ഡ്യൂപ്ലെക്സ് ഹൗസ്. അപ്പോൾ നമ്മൾ ഈ താമസിക്കുന്നത് ടൗണിനും ഏകദേശം നമുക്ക് ഭയങ്കര ഒരു ഗ്രാമം പോലൊക്കെ തോന്നുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ വരും നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു കിണറാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് വാട്ടർ ഉള്ളത്. ഇവിടെ നമുക്ക് രണ്ട് ഇതുണ്ട്. ഒന്ന് കോളാമ്പി ചെടിയാണ്, പിന്നെ എന്താ എനിക്കിവിടെ വന്നിട്ട് ഞാൻ എന്താ പറയുന്നത്, നമ്മുടെ കറി ലീഫൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. Everything is not available. Only the curry leaf is available here. ഇപ്പൊ മമ്മി നോക്കൂ, മമ്മി അവിടുന്ന് പറിച്ചോണ്ടിരിക്കുക. നീ അറിയാതെ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുപോകാനുള്ള അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഒരു മാവുണ്ട്. ഇത് പൂത്തിട്ടൊന്നുമില്ല, നോക്കാം. പിന്നെ ഇവിടെ ഒരു മുല്ലയുണ്ട്, പിന്നെ ഒരു ബാംബൂൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്, പിന്നെ ഒരു തെങ്ങുണ്ട്, പിന്നെ ചെമ്പമരം പൂവ്, അതൊന്നും നമുക്കറിയില്ല. പിന്നെ ചെറിയ ചെറിയ ചെടി, ഇതൊക്കെ മമ്മി നട്ട് വളർത്തിയതാണ് ഇപ്പോൾ വന്നപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഔട്ടർ ഇത്. സോ ഇവിടെ നിന്നാണ് നമ്മളിവിടെ വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട്, പിന്നെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സോപാനം. സോ ഇവിടുന്ന് നല്ല വ്യൂ ആണ്. രാവിലെ സമയമൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല സൂപ്പർ സ്ഥലമാണ്. പിന്നെ നമ്മളിവിടെ ഒരു ഡ്രീം ക്യാച്ചറൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു പോസിറ്റീവ് വൈ. പിന്നെ ഇതാ ഇങ്ങനെ വെൽക്കം ടു അവർ ഹോം. ഇതൊക്കെ ഞാൻ അമേസോണിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പഴയ വീട്ടിൽ തന്നെയുള്ളതുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് കാണാം. സോ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനൊരു ഗ്രീൻ കേർട്ടൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഷോ കേസ് ഉണ്ട്. ഇവിടെ ഞാൻ കുട്ടികളുടെ ടോയ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ആൻഡ് ദെൻ ഇവിടെ ഒരു എന്താ പറയുക, ഒരു വിൻറ്റേജ് ലുക്ക് വരാൻ വേണ്ടിയിട്ട് വൈകയുടെ ഒരു ഇതാണ് ഓൾ വി ഹാവ് അറേഞ്ച് ഹിയർ. ദെൻ ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെതാ ഇവിടെ നമ്മളൊരു പൂവൊക്കെ, പൂവല്ല ചെടി, ഷോ പ്ലാന്റ് ആണ് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എല്ലായിടത്തും ഇത് തന്നെയാണോ ഉള്ളത്. ഇവിടെ ഫ്രണ്ടിലൊരു ചെടി കണ്ടില്ലേ? സോ അതിൽ നിന്നാണ് നമ്മളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ട് ഓരോ സ്ഥലത്തും വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് കേട്ടോ, ഈ ഒരു ആർച്ച്. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതിന് പറ്റിയൊരു കോട്ടൺ പീസ് ഉണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇസ് ആർ ഡൈനിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ്. നമ്മളൊരു ജാപ്പനീസ് സ്റ്റൈലിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഇതേപോലെ ഒരു ബാംബൂ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. And then you have wash basin. So here also have kept ഇത്. Then ഈ ടേബിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കുഷൻസ് ഒക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് രണ്ട് ബെഡ്റൂംസ് ആണുള്ളത്. ഒന്ന് വന്നിട്ട് ഈ സൈഡിൽ ഹിയർ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗസ്റ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കാൻ ഉള്ള റൂമാണിത്. ഇറ്റ്സ് എ സ്മോൾ റൂം. ആൻഡ് വി ഹാവ് എൻ അറ്റാച്ച്ഡ് ബാത്റൂം ഓൾസോ ഹിയർ. അപ്പം നെക്സ്റ്റ് നമ്മുടെ ഇനിയൊരു ബെഡ്റൂമാണ്. ദിസ് ഇസ് മാസ്റ്റർ ബെഡ്റൂം. ഇതും സെയിം അതേ വലുപ്പമുള്ളതാണ്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് ചെറിയ. And here also we have attached bathroom. Here we have one showcase. അപ്പോൾ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം കിച്ചൺ. സോ ഇങ്ങനെയാണ്. And here also I have arranged all the plants. നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. Then here also we have a
ഷോക്കേസ് മാതിരി. അപ്പോൾ കോക്കറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഹിയർ വി ഹാവ് വൺ വർക്ക് ഏരിയ പോലെയല്ല, ഇവിടെ അടുപ്പ് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുൾ മെസ്സിയാണ്. സോ ഇവിടെ നമുക്ക് അടുപ്പ് കത്തിക്കാം, അങ്ങനെയുള്ള സംഭവം. പിന്നെ പാത്രങ്ങളൊക്കെ. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയത് ഞാനിവിടെ ഇങ്ങനെ വിറകും ഇവിടെയും മെസ്സിയായിട്ട് കിടക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അവിടെ നമുക്ക് തുണി കഴിയാം, പക്ഷെ നമ്മളിപ്പം തുണിയൊന്നും ഇവിടെ കഴുകാറൊന്നുമില്ല. ഞാൻ യൂഷ്വലി ഇങ്ങനെ നോൺ വെജ് ഒക്കെ മേടിക്കുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ ചെയ്യും. നല്ല മഴയുണ്ട് ഗൈസ്, അടിപൊളി മഴയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു കിച്ചണിന് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇവിടെ ആ ഒരു സെറ്റപ്പ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ അടുക്കള. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇതാണ്, നമ്മുടെ മുകളിലേക്കുള്ള റൂമിലേക്ക് പോവാണ്. ആൻഡ് ദെൻ ഹിയർ ഈ ഒരു ബെഡ്റൂം ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിതേ ഉള്ളൂ, എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ജ്യൂസിൻ്റെ ബോട്ടിൽ. സോ നമ്മളിത് കളയില്ല, ഞാൻ എല്ലാവരോടും പറയും എടുത്തോ, നമുക്കിത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. സോ ഇറ്റ് ഗീവ്സ് എ പോസിറ്റീവ്. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെടികൾ പുറത്തുനിന്നും വാങ്ങിച്ചിട്ടില്ല, ഇതാണ് മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. And then we are going the next bedroom. So next നമ്മൾ പോകുന്ന ഈ ഒരു ബെഡ്റൂം, ഇത് കുട്ടികൾക്കുള്ള റൂമാണ്. ഇത് കുറച്ച് സ്പേഷ്യസ്. ഇവിടെ നമ്മൾ വൈകയ്ക്കാന്ന് പറഞ്ഞ് ആദ്യം ഇതാക്കി, പക്ഷെ അവൾ ഇതിനകത്തൊന്നും കിടന്നിട്ടില്ല. ഇതെല്ലാം വൈകയുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ്. കുറച്ച് സ്പേഷ്യസ്. ആൻഡ് ഇവിടെ നിന്ന് നമുക്കിതാ മഴയൊക്കെ കാണാം, നല്ല രസമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ നല്ല ഭംഗിയാട്ടോ, അങ്ങോട്ടൊക്കെ കാണാം. ഇതാണ് ഒരു റൂം. സോ നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ മെയിൻ റൂമാണ്, ദാറ്റ് ഈസ് ഹർഷ പരബ്രഹ്മ കേന്ദ്രം. സോ ഇവിടെയാണ് നമ്മുടെ എൻലൈറ്റ്മെന്റ് ക്രിയ, അങ്ങനെ നമ്മളെ കാണാൻ വരുന്ന ഡിസൈപ്പിൾസ് ഒക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. This is only for healing and അങ്ങനെയുള്ള ഇതിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് സ്പേഷ്യസ് ആട്ടോ ഈ ഒരു റൂം. സോ ഇത് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പം എൻ്റെ വീഡിയോയും റീൽസും നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. സോ ഇങ്ങനൊരു ആംബിയൻസ് സെറ്റ് ചെയ്തു. ആൻഡ് അതേപോലെ ഞാനൊരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് അത് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈ ലൈബ്രറി ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. എഗെയിൻ ആ ചെടി തന്നെയാണ് ഞാൻ മാക്സിമം യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിയർ ഓൾസോ ഇതൊരു ക്ലോക്ക്, ഇതും ഞാൻ ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ള രീതിയിലാണ് ഇതും മേടിച്ചിരിക്കുന്നത്. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ആൻഡ് ദെൻ ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് ഒരു ബാൽക്കണി ഉണ്ട് ഗൈസ്. അതും കാണാം ഇങ്ങനെ. ഇത് സൂപ്പർ ഇവിടുത്തെ വ്യൂ. ഇവിടെ ഇരുന്ന് ഇവിടെ ഒരു സോപാനം പോലെ ഉണ്ട്, നമുക്ക് കുട്ടികൾ കളിക്കുന്നതൊക്കെ അവിടെ നടക്കും. ഇവിടൊക്കെ നിങ്ങൾക്ക് ഗ്രോ ബാഗ് ഒക്കെ വെച്ച് വേണമെങ്കിൽ ചെടിയൊക്കെ വളർത്താം. ആർക്ക് അല്ല വേണമെങ്കിൽ. എനിക്ക് പക്ഷെ മമ്മി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി മമ്മി ഇതെല്ലാം പൂന്തോട്ടങ്ങളാക്കിയത്. പക്ഷെ എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ്. അയ്യേ അപ്പി വെള്ളം. പക്ഷെ ഇവിടെ ഈ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയത് പോകുന്നത്? ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നോക്കിയതേ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ആൻഡ് ദി അതർ പാർട്ട് ഇസ് ഫുൾ ഓഫ് ഈ വില്ല പോലെ ഉള്ളതാണ് ഇപ്പോഴത്തെ സൈഡിൽ. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ റൂം. സോ നെക്സ്റ്റ് നമ്മൾ ഇവിടെയും ഇതേപോലെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് ഗൈസ്. ആൻഡ് ഇവിടുന്ന് നമുക്കിപ്പോൾ ഒരു എന്താ പറയാ യൂട്ടിലിറ്റി സ്പേസ് വർക്ക് ഏരിയ. സോ നമ്മൾ വർക്ക് ഏരിയ അല്ല, യൂട്ടിലിറ്റി സ്പേസ്, വാഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട്. ടെറസ്. ഒരു ടെറസ്. മനോഹരമായ തുണികൾ. അമ്മണി എവിടുന്ന് വന്ന്?
ഞാൻ അപ്പുറത്തൂടെ പോയി ഇപ്പുറത്തൂടെ വന്നു. ഇപ്പൊ മഴയൊക്കെ പെയ്താലും നമ്മളൊക്കെ വലുതായിട്ട് ഉണങ്ങി കിട്ടത്തില്ല, എന്നാലും എന്നാലും ചെറിയ കോണി. ഞാൻ ഇവിടെ നിന്ന് ഞങ്ങൾ രാവിലെ ആക്കുമ്പോൾ ഇവിടെ വന്നിരുന്നാൽ മതി. ചുമ്മാ അവള് വിണ്ണിക്കുന്നതന്നെ 11 മണിക്ക്. പിന്നെ എന്നിട്ട് ഞങ്ങള് ഇവിടെ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് നല്ല വ്യൂ ആണ്. അപ്പൊ 2 സ്ഥലത്ത് കാപ്പി കുടിക്കാൻ അവൾ ഇരിക്കുന്നുണ്ട്. കുഞ്ചി ഇവിടെ നോക്കി, ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ചൊക്കെ ഡേർട്ടി, അത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു കാണിച്ചോ, അതാണ് നമ്മൾ എല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്നത്. ഇവിടുന്ന് നമുക്ക് ടെറസിലേക്ക് പോവാം. അതും സൂപ്പർ വ്യൂ ആണ്. ടെറസോ? പക്ഷെ അത് ഏറ്റവും സൂപ്പർ ആട്ടോ. ഇവിടുന്ന് എങ്ങനെ പോകും മേളോട്ട്? അത് തുറക്കണം ആ ഷീറ്റ്. ഞാനിത് കണ്ടിട്ടില്ല. ഞാനും ഫസ്റ്റ് ടൈം. ഇപ്പൊ മഴയില്ല. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാട്ടോ. ആഹാ, ഇങ്ങനൊരു സംഭവം ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കേറും. നിങ്ങൾ എന്തുപടി അധോലോകമാണോ? പക്ഷെ ഇത് അപ്പർ വേൾഡ് ആണ്. കാണുന്ന ഇവിടെ കളിക്കാം. പക്ഷെ ഇപ്പൊ മഴ പെയ്യുന്ന കാരണം നീ കയറിക്കോ. ഇല്ല, എനിക്ക് പേടിയോ? ഹൈറ്റ് പേടിയുള്ളവർക്ക് ഇതാണ് മഴത്ത് നിന്ന് കളിക്കണം. ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ സൂപ്പറാണ് ഗൈസ്. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ റീൽസിനകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. കണ്ടോ, നല്ല അടിപൊളിയാണ്. ഏയ് കാക്കേ, അതുണ്ടോ ഒരു കാക്ക അള്ളിപ്പിടിച്ചിരിക്കുന്ന പോയി. സോ അതെല്ലാം ഓക്കെ. സോ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടെറസിൽ നിന്നുള്ള വ്യൂ. ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ബർസോര മേഘ കളിക്കാൻ പറ്റുന്നേ. നിങ്ങൾ പുഴയിലൊന്നും പോയി ഇവിടെ തന്നെ ചെയ്യാം. കണ്ടോ, കണ്ടോ, ഇവർക്ക് ഇവിടെ നിന്ന് റീലൊക്കെ എടുക്കണമെന്ന് പറഞ്ഞതാ. പുഴയിലൊന്നും പോണ്ട, ഞങ്ങളുടെ ടെറസിന്റെ മുകളിൽ തന്നെ പുഴ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ ഹോം ടൂർ. അപ്പം വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ഗൈസ്. ഇറ്റ്സ് റെയിനിങ്.